ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു നൂബ്സ് വേൾഡ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര വാഗമണിലെ അഡ്വഞ്ചർ പാർക്കിലേക്കാണ്. കേരളത്തിൽ സ്വിറ്റ്സർലൻഡ് എന്ന പേര് കൂടിയുണ്ട് വാഗമണിന്. അപ്പോൾ നമ്മുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ബ്രിഡ്ജാണ്. അതുപോലെ തന്നെ അഡ്വഞ്ചർ പാർക്കിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ കൂടി നമുക്കൊന്ന് നോക്കാം. തേയിലത്തോട്ടങ്ങൾ അഡ്വഞ്ചർ പാർക്ക് മാത്രമല്ല വാഗമണിൽ കാണാനുള്ളത് ഒരുപാട് സൈറ്റ് സീയിങ് സ്പോട്ട്സ് ഉണ്ട്. 2 വർഷം മുമ്പ് ഞാൻ ചെയ്ത വാഗമൺ വീഡിയോയിൽ പൈൻ ഫോറസ്റ്റും തങ്ങൾപ്പാറയും അതുപോലെ തന്നെ വാഗമണിലെ ഓർക്കിഡ് ഏരിയയൊക്കെ ഉണ്ട്. വാഗമണിന്ന് ഏകദേശം ഒരു 7 കിലോമീറ്ററിന് മുകളിലുണ്ട് അഡ്വഞ്ചർ പാർക്കിലേക്ക്. പോകുന്ന വഴിക്ക് നമുക്ക് മുട്ടക്കുന്നിലേക്കുള്ള ബോർഡൊക്കെ കാണാം. അതുപോലെ പൈൻ ഫോറസ്റ്റിലേക്ക് പോകുന്ന വഴിയൊക്കെ കാണാം. പോകുന്ന വഴിയിൽ നിറയെ കടകളൊക്കെ ഉണ്ട്. അതുപോലെ വലിയൊരു ഡയറി ഫാം ഉണ്ട്. പലതരം പശുക്കളെയൊക്കെ അവിടെ കാണാം. അപ്പോൾ ഇവിടെയൊക്കെ കയറിയിട്ടുള്ളത് കൊണ്ട് ഇത്തവണത്തെ യാത്ര നേരെ അഡ്വഞ്ചർ പാർക്കിലേക്കാണ്. പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിലായിട്ട് അഡ്വഞ്ചർ പാർക്കിൻ്റെ വലിയൊരു മെയിൻ എൻട്രൻസ് നമുക്ക് കാണാം. പക്ഷേ ഇപ്പോൾ എന്തോ കാരണം കൊണ്ട് മെയിൻ എൻട്രൻസ് ക്ലോസ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ വേറെ സൈഡിലുള്ള ഒരു എൻട്രൻസിൽ കൂടി വേണം നമുക്ക് കയറാനായിട്ട്. അപ്പോൾ ആ താൽക്കാലിക എൻട്രൻസിലേക്ക് പോകാനായിട്ട് വീണ്ടും ഒരു 1-2 കിലോമീറ്റർ കൂടി മുന്നോട്ട് പോകണം. പോകുന്ന വഴിക്ക് എന്തായാലും ഡീവിയേഷൻ എടുക്കേണ്ട സ്ഥലത്ത് ചെറിയൊരു ബോർഡൊക്കെ ഉണ്ട്. ഇവിടെ ഇത് റിസർവ് ഫോറസ്റ്റിൻ്റെ ഏരിയ ആണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കൗണ്ടർ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് പാർക്കിംഗ് ഫീസിൻ്റെയും അതുപോലെ തന്നെ എൻട്രൻസ് ഫീയുടെയൊക്കെ ടിക്കറ്റ് എടുക്കേണ്ടത്. പാർക്കിംഗ് ഫീസ് ഒരു വണ്ടിക്ക് 50 രൂപയാണ്. അതുപോലെ തന്നെ എൻട്രൻസ് ഫീസ് ഒരാൾക്ക് 25 രൂപ വരും. അഡ്വഞ്ചർ സോണിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഓരോ റൈഡിന് സെപ്പറേറ്റ് നമുക്ക് വേണ്ടതനുസരിച്ച് ടിക്കറ്റ് എടുത്താൽ മതി. നേരത്തെ ഇത് വാഗമൺ സൂസൈഡ് പോയിന്റിലേക്കുള്ള വഴിയായിരുന്നു. ഇപ്പോൾ അവിടെയാണ് ഈ അഡ്വഞ്ചർ പാർക്ക് ഉള്ളത്. എൻട്രൻസ് കടന്ന് ഏകദേശം ഒരു 300 മീറ്ററോളം ഇതുപോലെ കുറച്ച് കയറ്റമുള്ള റോഡുണ്ട് നമുക്ക് അഡ്വഞ്ചർ സോണിൽ എത്താനായിട്ട്. അപ്പോൾ അങ്ങനെ ഏറ്റവും മുകളിൽ എത്തുന്നത് നമ്മൾ അഡ്വഞ്ചർ സോണിൻ്റെ പാർക്കിംഗ് ഏരിയയിലാണ്. 2 വർഷം മുമ്പ് നമ്മളിവിടെ വന്നപ്പോൾ ഇവിടെ കുറച്ച് ഷെഡുകളും അതുപോലെ തന്നെ 2 വാച്ച് ടവറും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ വാച്ച് ടവറിൻ്റെ അപ്പുറത്തായിരുന്നു സൂസൈഡ് പോയിന്റ്. അപ്പോൾ അവിടെ ഇപ്പോൾ കെട്ടി അടച്ചിട്ടുണ്ട്. അതൊക്കെ ക്ലോസ് ചെയ്തിട്ട് ആ സൈഡിലായിട്ടാണ് ഈ 2 വാച്ച് ടവേഴ്സ് വന്നിരിക്കുന്നത്. ആ വാച്ച് ടവർ എന്നുള്ള അടിപൊളി വ്യൂ ഒക്കെ നമ്മുടെ പഴയ വീഡിയോയിലുണ്ട്. ഇപ്പോൾ ഈ വാഗമൺ അഡ്വഞ്ചർ പാർക്ക് എന്ന് പറയുന്നത് ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളൊരു ഏരിയ ആണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരുപാട് റൈഡ്സ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. DTPCയുടെ കീഴിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് വന്നിട്ടുണ്ട് ഈ ഏരിയയിൽ. അപ്പോൾ ഇവിടുത്തെ ഒട്ടുമിക്ക എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് കാണാം. ഇവിടെ ഒരു അഡ്വഞ്ചർ സോൺ എന്ന് പറഞ്ഞിട്ട് ഒരു എൻട്രൻസ് ബോർഡ് ഉണ്ട്. ഈ ഏരിയയിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള ടിക്കറ്റ് കൗണ്ടർ ഇവിടെ തന്നെയാണ്. പെയിൻ ബോൾ, ആർച്ചറി, പിന്നെ ബ്രിഡ്ജ് വാക്കിംഗ് ഇതിൻ്റെയൊക്കെ ടിക്കറ്റ്സ് ഒക്കെ ഇവിടെ തന്നെയാണുള്ളത്. പിന്നെ ഇവിടെ ബർമ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഒരു റോപ്പ് ബ്രിഡ്ജ് ഉണ്ട്. കോവിഡ് സീസണിന് മുമ്പ് ഇവിടെ ചെറിയ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. സിപ്പ് ലൈൻ അതുപോലെ പാരാഗ്ലൈഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കോവിഡ് ടൈം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അത് ക്ലോസ് ചെയ്തിരിക്കുമായിരുന്നു. ഇവിടെ നിന്ന് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ദൂരെയായിട്ട് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാം. ആ സൈഡിൽ തന്നെ വാച്ച് ടവറിനോട് ചേർന്ന് കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസിൻ്റെ ഏരിയ ഉണ്ട്. ഇപ്പോൾ ഈ വാഗമൺ അഡ്വഞ്ചർ പാർക്കിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് തന്നെയാണ്. പക്ഷെ ഒരു ദിവസം ലിമിറ്റഡ് ടിക്കറ്റ്സ് മാത്രമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ടിക്കറ്റിന് ബുക്കിംഗ് ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ നമുക്കിവിടെ വേറെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ കാണാൻ പറ്റും.
അപ്പോൾ ഇവിടെ നമുക്ക് സ്കൈ സൈക്ലിംഗ് കാണാം. ഓരോന്നിനും സെപ്പറേറ്റ് ടിക്കറ്റ്സ് എടുക്കണം. സ്കൈ സൈക്ലിങ്ങിന് 250 രൂപയാണ് റേറ്റ്. പിന്നെ ഇത് ജയൻറ്റ് സ്വിംഗ് ആണ്. 2 പേർക്ക് ഒരുമിച്ച് കയറാൻ പറ്റിയ റൈഡാണ്. 2 പേർക്കും കൂടി 700 രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. നല്ല ഹൈറ്റിൽ വരെ കൊണ്ടുപോയിട്ട് പെട്ടെന്നാണ് ഡ്രോപ്പ് ചെയ്യണത്. ആ താഴോട്ടുള്ള വീഴ്ചയിൽ ചെറുതായിട്ടൊന്ന് ടെൻഷൻ അടിച്ച് പോകുന്നുള്ളൂ. പക്ഷെ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സ്വിങ് ശരിക്കും അടിപൊളിയാണ്. അതുമാത്രമല്ല, ആ സ്വിങ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന വാഗമണിൻ്റെ വ്യൂ ശരിക്കും സൂപ്പർബാണ്. പിന്നെ അതുപോലെ തന്നെ സ്കൈ റോളർ ഉണ്ട്. അപ്പോൾ നമുക്ക് ടിക്കറ്റ്സ് ഒക്കെ എടുക്കാനായിട്ട് ബുക്കിംഗ് ഓഫീസിലേക്ക് പോകണം. ഈ ബുക്കിംഗ് ഓഫീസിൻ്റെ അടുത്തായിട്ട് തന്നെ വേറെയും കുറച്ച് ആക്ടിവിറ്റീസിൻ്റെ വലിയൊരു ഏരിയ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറി വന്നിട്ട് കാണാം. ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനായിട്ട് ഒരാൾക്ക് ഇപ്പോൾ 250 രൂപയാണ് റേറ്റ്. അതുപോലെ തന്നെ ബാക്കി ആക്ടിവിറ്റീസിൻ്റെയും റേറ്റ്സ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യം കണ്ടെന്താണെന്ന് വെച്ചാൽ ഇവിടെ ആക്ടിവിറ്റീസിന് കോംബോ പാക്സ് ഉണ്ട്. ഇപ്പോൾ സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം പാക്കേജസ് ആണുള്ളത്. അപ്പോൾ ഈ കോംബോ പാക്സ് എടുത്തു കഴിഞ്ഞാൽ നല്ല ഓഫർ റേറ്റിൽ കിട്ടും. ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ റേറ്റ് തുടക്കത്തിൽ ഒരാൾക്ക് 500 രൂപയായിരുന്നു. പിന്നെ കുറേ പ്രതിഷേധമൊക്കെ ഉണ്ടായതിന് ശേഷമാണ് ഇത് 250 രൂപയായിട്ട് കുറച്ചത്. അപ്പോൾ ഇതാണ് നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോകേണ്ട വഴി. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ നടക്കുമ്പോഴാണ് അവിടെ ബോട്ടിംഗ് ഉള്ളത്. അതുപോലെ തന്നെ അക്വാസോർബിംഗ് ഉണ്ട്. അക്വാസോർബിംഗ് എന്ന് പറഞ്ഞാൽ വലിയൊരു ട്രാൻസ്പെറൻറ്റ് ബോളിൻ്റെ അകത്ത് വെള്ളത്തിലുള്ളൊരു ആക്ടിവിറ്റിയാണ്. ഗ്ലാസ് ബ്രിഡ്ജ് പബ്ലിക്കിന് വേണ്ടി തുറന്നിട്ട് ഏകദേശം ഒരു 3 മാസത്തോളം ആകുന്നുള്ളൂ. അപ്പോൾ അങ്ങോട്ടുള്ള വഴിയൊന്നും അത്ര ശരിക്ക് ഡെവലപ്ഡ് ആയിട്ടില്ല. പുറത്തുള്ള സ്റ്റേറ്റിൽ നിന്ന് പോലും ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ ഗ്ലാസ് ബ്രിഡ്ജ് കാണാനായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ സ്ഥിതിക്ക് ഈ റൂട്ടൊക്കെ ശരിക്കും ഇത്രയും പെട്ടെന്ന് റെഡിയാക്കേണ്ടതാണ്. പെട്ടെന്ന് തന്നെ റെഡിയാവും എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരു സമയം 20 പേർക്ക് മാത്രമാണ് ഗ്ലാസ് ബ്രിഡ്ജിൽ നിൽക്കാൻ പറ്റുക. കൂടുതൽ ആൾക്കാർ വരുമ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറാൻ പോവുകയാണ്. ഓരോ ബാച്ചായിട്ടാണ് ആൾക്കാരെ കയറ്റി വിടുന്നത്. അപ്പോൾ കയറുന്നതിന് മുമ്പ് നമ്മുടെ ഷൂസും സോക്സും ഒക്കെ അഴിച്ചു വയ്ക്കണം. അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കാന്റിലിവർ ഗ്ലാസ് ബ്രിഡ്ജാണിത്. 120 അടിയാണ് ഇതിൻ്റെ നീളം. നടന്ന് വരുന്ന വഴിക്ക് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവരും ഒന്ന് ടെൻഷൻ അടിക്കും. കാരണം സീ ലെവലിൽ നിന്ന് 3500 അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ. അതുപോലെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഇവിടെ കയറ്റാൻ സമ്മതിക്കില്ല. ബ്രിഡ്ജിൻ്റെ അറ്റത്തെത്തുമ്പോൾ ചെറുതായിട്ടൊരു കുലുക്കമൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണുമ്പോഴാണ് എത്ര ടെൻഷൻ അടിക്കാത്തവരും ചെറുതായിട്ടൊന്ന് ടെൻഷൻ അടിച്ചു പോകും. അറ്റത്ത് എത്തിക്കഴിഞ്ഞിട്ട് ചുറ്റും നോക്കുമ്പോൾ വാഗമണിൻ്റെ ഭംഗി നല്ല സൂപ്പറായിട്ട് കാണാം. നല്ല കട്ടിയുള്ള ഇമ്പോർട്ടഡ് ഗ്ലാസ് പ്ലാറ്റ്ഫോമാണ്. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ 10 പേർക്കാണ് ഒരു സമയത്ത് മാക്സിമം ഇവിടെ നിൽക്കാൻ പറ്റുക. അതുകൊണ്ട് മാക്സിമം 5 മിനിറ്റ് മാത്രമാണ് ഒരാളെ ഇവിടെ നിൽക്കാൻ സമ്മതിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുക്കാനായിട്ട് കിട്ടുന്ന മാക്സിമം സമയം 5 മിനിറ്റ് ആണ്.
അപ്പോൾ ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ എക്സ്പീരിയൻസ് കിട്ടാനായിട്ട് നമുക്ക് വേറെ സ്ഥലങ്ങളിലേക്കൊന്നും പോകണ്ട, നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടും എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. എന്തായാലും നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ കണ്ടിറങ്ങി നമ്മളെത്തിയത് ടിക്കറ്റ് കൗണ്ടറിന് അടുത്തുള്ള ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റി ഏരിയയിലാണ്. അപ്പോൾ ഇവിടെ വലിയവർക്ക് പറ്റിയ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഇതൊക്കെ പുതിയ റൈഡ്സ് ആണ്. റോക്കറ്റ് ഇജക്ടർ ഉണ്ട്, 360 ഡിഗ്രി സൈക്കിൾ ഉണ്ട്, അതുപോലെ ബഞ്ചി ട്രാംപോലിൻ ഉണ്ട്. പിന്നെ ഇത് ഹ്യൂമൻ ഗൈറോ, ഇതെല്ലാം പുതിയതായിട്ട് തുടങ്ങിയതാണ്. പിന്നെ ഇവിടുന്ന് സിപ്പ് ലൈൻ ഉണ്ട്, അതുപോലെ കുറച്ചങ്ങ് മാറിയിട്ട് ബോട്ടിംഗ് ഉണ്ട്. ഇതാണ് റോക്കറ്റ് ഇജക്ടർ. പിന്നെ ദൂരെ നമുക്ക് പാരാഗ്ലൈഡിങ് ചെയ്യുന്ന ഏരിയ കാണാം. അതുപോലെ ഇതിൻ്റെ അകത്തായിട്ട് തന്നെ റിഫ്രഷ്മെൻറ്റ്സിനുള്ള സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഗിഫ്റ്റ് ഷോപ്സ് ഒക്കെ ഉണ്ട്. വാഗമണിലെ തേയിലൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കാം. അപ്പോൾ എല്ലാം കൊണ്ട് വാഗമണിലെ അഡ്വഞ്ചർ പാർക്ക് ഇപ്പോൾ ഫുൾ സ്വിങ്ങിലാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നിന്നുള്ള വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇനി നുബ്സോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു.